ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു ജറബറ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എങ്ങനെയാണ് ഇതിൽ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് തന്നെ പൂ ഉണ്ടാക്കിയെടുക്കുക, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പൂവ് ഒരു മാസം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ജറബറ നടുമ്പോഴും എന്ത് ചെടി നടുമ്പോഴും നല്ല പോട്ട് മിക്സ് കൊടുക്കണം എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജറബറയ്ക്ക് വേണ്ടിയുള്ള പോട്ട് മിക്സ് ആദ്യം തയ്യാറാക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് പറഞ്ഞു പോകാം. ആദ്യം തന്നെ ഈ ജറബറയ്ക്കുള്ള പോട്ട് മിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല നീർവാർച്ചുള്ള പോട്ട് മിക്സ് തന്നെ വേണം. അല്പം വെള്ളം പിടിച്ച് നിൽക്കുക അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ജറബറ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേരുകളൊക്കെ ചീഞ്ഞു. എല്ലാവർക്കും അറിയാം അതിൻ്റെ വേര് വളരെ സോഫ്റ്റ് വേരാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കെയർ കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടി ചകിരിച്ചോറ്, മണ്ണ്, അതുപോലെ തന്നെ ചാണകപ്പൊടി, പിന്നെ കുറച്ച് ഉമിയും കൂടി ചേർത്തിട്ടുണ്ട്. നല്ല നീർവാർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉമി ചേർത്തത്. നിങ്ങൾക്ക് ഉമി കിട്ടാൻ ചാൻസ് കുറവാണെന്നുണ്ടെങ്കിൽ പെർലൈറ്റ് ചേർത്ത് കൊടുത്താൽ മതി. പെർലൈറ്റൊക്കെ നന്നായിട്ട് നീർവാർച്ച കൊണ്ടുവരുന്ന സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. മണ്ണാണ് നമ്മൾ ചേർത്തിട്ടില്ലെങ്കിൽ മണ്ണുള്ള കല്ലൊക്കെ നന്നായിട്ട് ഒഴിവാക്കുക. ഒരുപാട് കല്ലൊക്കെ തിങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോട്ട് മിക്സിൽ ഒരുപാട് തിങ്ങൽ വന്നു കഴിഞ്ഞാൽ അത് വേരിനൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. എല്ലാ ചെടികൾക്കും ഇത് ബാധകമല്ല. നമ്മൾ ജറബറ പോലുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വേരുള്ളതും പെട്ടെന്ന് തിങ്ങി വേര് വരുന്നതായിട്ടുള്ള ചെടികൾക്ക് നമ്മൾ കല്ലുകൾ, വലിയ കല്ലൊക്കെ വെച്ച് കൊടുക്കുന്നത് ഒഴിവാക്കുക. വേരുകൾ തിങ്ങി വരുന്ന സമയത്ത് കല്ലിനോട് ചേർന്ന് തിങ്ങുന്ന സമയത്ത് ആ വേരൊക്കെ ചതഞ്ഞ് ചീഞ്ഞു പോകും. അങ്ങനെ പ്രശ്നം പലപ്പോഴും ജറബറയ്ക്ക് കാണാറുണ്ട്. അതിനുശേഷം നമ്മൾ കൊണ്ടുവന്ന ജറബറ ചെടി നമ്മൾ കവർന്ന് വേർപ്പെടുത്തിയെടുക്കുക. നമ്മൾ ഈ ജറബറ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നഴ്സറിയിൽ ഒരുപാട് വെറൈറ്റി കളറ് ജറബറ ഉണ്ടായിരിക്കും. വില കുറച്ചിട്ട് നമുക്ക് ആ ജറബറ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പൂവില്ലാത്ത ചെടികൾ ഉണ്ടാവും. ആ പൂവില്ലാത്ത ചെടികൾ മിക്ക നഴ്സറിക്കാരും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാറുണ്ട്. ചിലർ അതിന് ഫെർട്ടിലൈസർ അടിച്ചിട്ട് ആ പഴയ വിലയ്ക്കോ ചിലപ്പോൾ അതിലും കൂട്ടിയൊക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ ചില നഴ്സറികൾ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ജറബറ ചെടികളും അല്ലെങ്കിൽ മറ്റുള്ള ചെടികളൊക്കെ വില കുറച്ചിട്ട് പകുതി വിലയ്ക്കോ അല്ലെങ്കിൽ അതിലും കുറഞ്ഞ വിലയ്ക്കൊക്കെ പൂക്കളില്ലാത്ത ചെടികൾ ഓൾഡ് സ്റ്റോക്കൊക്കെ വിറ്റ് ഒഴിവാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും നഴ്സറിക്കാർ കൊടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. അപ്പോൾ അങ്ങനെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി കിട്ടും. പക്ഷേ അതിൽ പൂവുണ്ടാവില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് ആ വെറൈറ്റി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റൊക്കെ ആയിട്ട് ജറബറ വളർത്തുകയാണെങ്കിൽ ഇങ്ങനെ പൂവില്ലാത്ത ചെടി കൊണ്ടുവന്ന് നന്നായിട്ട് സെറ്റാക്കിയ ശേഷം പൂവുള്ള നല്ല ഹൈബ്രിഡ് വെറൈറ്റീസൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇത് പൂവില്ലാതെ വെച്ച ഒരു ചെടിയാണ്, പക്ഷെ നല്ല ഹെൽത്തി ഉള്ള ചെടി. അതുകൊണ്ട് ഈ ചെടി അങ്ങ് പൊക്കി. അപ്പോൾ ഇതാണ് നമ്മൾ നടാൻ പോകുന്നത്. കവർന്ന് വേർപെടുത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഹെൽത്തിയാണ് ഈ പ്ലാന്റ് എന്ന് അറിയാൻ വേണ്ടി ഈ ചെടി ഒന്ന് ചെരിച്ച് പിടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനോ. വേരൊക്കെ നന്നായിട്ട് തിങ്ങി വളർന്ന് ഇരിക്കുന്നത് കൊണ്ടാണ് പിന്നീട് ഇതിൽ പൂ വരാത്തത്. കാരണം ഈ വേരിൻ്റെ വളർച്ച ഏകദേശം തിങ്ങി കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ പൂ വരാൻ വേണ്ടി അല്പം സമയം എടുക്കും. പക്ഷെ നമ്മൾ ഈ ഒരു ചെടി നേരെ ചട്ടിലോട്ട് മാറ്റിയിട്ട് ഒരു മാസം കഴിഞ്ഞ് നല്ല ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ചെടിയിൽ പൂവുണ്ടാവും. അങ്ങനെ പ്രത്യേകത കൂടി ഇങ്ങനെ വേര് തിങ്ങി വളരുന്ന ചെടികൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ മുഴുവൻ മണ്ണും നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. സാധാരണ ജറബറകൾ നമ്മൾ മാറ്റി നടുന്ന സമയത്ത് മണ്ണൊക്കെ ഒരുപാട് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ വേരിനൊക്കെ വലിയ തോതിൽ ഡാമേജ് പറ്റും. പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന വേരുകളാണ് ജറബറയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ വേരിൽ വല്ലാതെ നമ്മൾ കളിക്കാൻ പാടില്ല. ഈ വേര് ഒരുപാട് പൊട്ടേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് സൂഡോമോണാസ് കലക്കിയ വെള്ളത്തിലേക്ക് മുക്കിയെടുത്തിട്ട് നടുന്നതാണ് ബെറ്റർ. അല്ലാതെ നമ്മൾ നേരിട്ട് നട്ട് കഴിഞ്ഞാൽ പലപ്പോഴും വേര് ചീച്ചിൽ ബാധിച്ച ചെടി മൊത്തമായിട്ട് അങ്ങ് ചീഞ്ഞു പോകും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ വേരുകൾ കുറച്ച് നനച്ചിട്ട് കഴുകി ടാപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് കുറച്ച് ഭാഗം, ഒരു 1/4 ഭാഗം മണ്ണ് നമുക്ക് വേരിന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പോട്ട് മിക്സ് ചട്ടിയിൽ നിറച്ച ശേഷം നേരെ ചട്ടിയിലേക്ക് നടാം. ഇപ്പോൾ ഈ ഒരു ചെടി നടുന്ന സമയത്ത് ഈ ഒരു ജറബറയുടെ ക്രൗണിന് മുകൾ ഭാഗം, ക്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ക്രൗൺ എന്ന് വിളിക്കുക. ഈ ക്രൗണിൻ്റെ മുകളിലോട്ട് മണ്ണ് കയറാൻ പാടില്ല. എപ്പോഴും ക്രൗണ് മണ്ണിന് മുകളിലായിരിക്കും. ക്രൗണിന് മുകളിലോട്ട് മണ്ണ് കയറി കഴിഞ്ഞാൽ, മണ്ണിട്ട് നമ്മൾ മൂടിക്കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകും. അപ്പോൾ അത് എപ്പോഴും ഓർക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പ്ലാന്റ് തണലത്തോട്ട് മാറ്റി വെക്കുക. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഇത് നമ്മളിനി കുറച്ച് ഫംഗിസൈഡ് കൊടുക്കേണ്ടതുണ്ട്. ഫംഗിസൈഡ് കൊടുത്തിട്ടില്ലെങ്കിൽ മിക്കപ്പോഴും നിങ്ങൾക്ക് അറിയാലോ ചെടിയെ ഒരുപാട് ഫംഗസുകളെല്ലാം വന്ന് ആക്രമിച്ച് അതിനെ നശിപ്പിച്ച് കളയും. ആ ഫംഗസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടിയെ അല്ലെങ്കിൽ ഒരു ജീർണിച്ച സാധനത്തെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജൈവ പ്രതിഭാസം തന്നെയാണ്. അപ്പോൾ ഇത് ഒരു ചെടിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ ചെടിയെ കയറി അതിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെടി നടുന്ന സമയത്തും ഫംഗിസൈഡ് ഏതെങ്കിലും യൂസ് ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഫംഗിസൈഡ് വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പോട്ട് മിക്സിലേക്ക് ചെടി മാറ്റിയ ശേഷം ചെടി നമ്മൾ നനച്ചിട്ടില്ല. അപ്പോൾ ഈ ഫംഗിസൈഡ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അല്പം എപ്സം സാൾട്ട്, ഈ ചെടിയിൽ നന്നായിട്ട് മാഗ്നീഷ്യത്തിൻ്റെ കുറവ് കാണിക്കുന്നുണ്ട്. കാരണം ഇലകളെല്ലാം നന്നായിട്ട് നല്ല മഞ്ഞളിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മഗ്നീഷ്യം സൾഫേറ്റ് കൂടി മണ്ണിൽ ഒരു നുള്ള് വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ നമുക്ക് ഈ ഒരു ഫംഗിസൈഡ് ഒഴിച്ചു കൊടുക്കാം. ഫംഗിസൈഡ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചെടിയുടെ കിഴങ്ങ് പോലെ കാണുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. ആ ഭാഗത്തൊക്കെ നന്നായിട്ട് ഫംഗിസൈഡ് ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളാണ് പെട്ടെന്ന് ചീച്ചിലും അതുപോലെ തന്നെ ഫംഗസ് എല്ലാം വന്ന് അറ്റാക്ക് ചെയ്യുക. ഇങ്ങനെയാണ് വിട്ടുപോയി കഴിഞ്ഞാൽ
കഷ്ടകാലത്തിനായിരിക്കും ചിലപ്പോൾ ആ ഭാഗത്ത് ഫംഗസ് വരുന്നത്. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും ഫംഗിസൈഡ് അടിച്ചെന്ന് വെച്ചാലും ഈ ഒരു ഭാഗത്ത് ഫംഗിസൈഡ് ആയിട്ടില്ലെങ്കിൽ മിക്കപ്പോഴും ഫംഗസ് അതിൽ കൂടെ കീറിയിട്ട് ചെടി മൊത്തമായിട്ട് അങ്ങ് നശിപ്പിച്ചു കളയും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഈ ഭാഗത്ത് നന്നായിട്ട് ഫംഗിസൈഡ് ഒഴിച്ചിട്ട് ചെടി നമ്മൾ തണലത്തോട്ട് മാറ്റി വെക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് ജറബറ നട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ല, ചെടി നശിച്ചൊന്നും പോവില്ല. നല്ല രീതിയിൽ തന്നെ ചെടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. തണലത്തോട്ടാണ് വെക്കേണ്ടത്. തണലത്ത് വെച്ച ശേഷം നമുക്കൊരു ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ ശേഷം നമുക്ക് അല്പം NPK 19 അല്ലെങ്കിൽ നമ്മൾ പഴത്തോലി ഇട്ട് വെച്ച അന്നത്തെ ആ വെള്ളം ഉണ്ടല്ലോ അതോ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് വളം ചെയ്തിട്ടില്ലെങ്കിലും 1 മാസം കറക്റ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിലൊരു പൂവ് ഉറപ്പായിട്ടും കിട്ടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേരുകൾ ആ ഒരു കവറിനകത്ത് തിങ്ങി വളർന്ന് വേറെ വെള്ളം കിട്ടുമായിരിക്കും. പക്ഷെ വളം കിട്ടാതെ അതിൻ്റെ ന്യൂട്രീഷൻസ് ഒന്നും കിട്ടാതെ തിങ്ങി അവിടെ ഒരു ഡോർമൻ സ്റ്റേജിൽ ഇരിക്കുന്ന സമയമായിരിക്കും. ഈ സമയത്ത് നമ്മൾ ഈ ചെടി എടുത്തിട്ട് നല്ല വളമുള്ള ചാണകപ്പൊടിയൊക്കെ നിറച്ച ചട്ടിയിലോട്ട് നമ്മൾ മാറ്റിയിടുമ്പോൾ പെട്ടെന്ന് തന്നെ ചെടിയിൽ ഒരുപാട് പുതിയ ലാറ്ററൽ റൂട്ട്സ് ഒക്കെ വന്നിട്ട് ഒരുപാട് വേരുകൾ വളരാൻ തുടങ്ങും. അതുപോലെ തന്നെ അത്രയ്ക്ക് വളങ്ങളും ഇത് വലിച്ചിടും. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഈ ഒരു ചെടിയിൽ ഒരു പൂവ് എന്തായാലും പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ പോട്ടി മിക്സ് കൊടുത്ത് നല്ല രീതിയിൽ വളം ചെയ്ത് ഇതുപോലെ പഴത്തൊലിട്ട വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 മാസം കൊണ്ട് തന്നെ കൂടിപ്പോയി 1.5 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലവർ കിട്ടും. പക്ഷെ നമ്മൾ കൊണ്ടുവരുന്ന ചെടി ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു കണ്ടീഷൻ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലവർ നമുക്ക് നമ്മുടെ ജറബറയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജറബറ എങ്ങനെയാണ് നടേണ്ടത്, എങ്ങനെയാണ് അതിൽ പെട്ടെന്ന് പൂ പിടിപ്പിച്ചെടുക്കുക എന്നാണ് പറയേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഗാർഡനിങ്.